ന്യൂസ് ടെൻസ് ഇന്ന് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ന്യൂസ് 18 പുറം ലോകത്തെത്തിച്ച ഒരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ്. ചേർത്തലയിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേരളം ഞെട്ടലോടെയാണ് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഐഷ, ബിന്ദു പത്മനാഭൻ, ജൈനമ്മ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ ആയിരുന്നു ചേർത്തലയിൽ കാണാതായത്. അതിന് പിന്നിൽ ആരാണ്, എന്താണ് സംഭവിച്ചത്, ഇവർ ജീവിച്ചിരിപ്പുണ്ടോ, മരണപ്പെട്ടോ? ആ അന്വേഷണം എത്തിപ്പെട്ടത് സൈക്കോ കില്ലർ ആയ സെബാസ്റ്റ്യനിലേക്ക് ആയിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ആ കേസിലെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പരാജയപ്പെട്ടു എന്നതാണ്. DNA സാമ്പിൾ പോലും ശേഖരിക്കാനാകാത്ത വിധം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുന്നു. ജൈനമ്മയ്ക്ക് പുറമെ കാണാതായ മറ്റു രണ്ടുപേരുടെയും അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യം ആണ് ഉള്ളത്. ന്യൂസ് ടെൻസ് ആദ്യം ഇതിലേക്ക് തന്നെ വിശദമായി പോകുന്നു. അതായത് അന്വേഷണ സംഘം സുദീർഘമായ അന്വേഷണ വഴികളിലൂടെയായിരുന്നു കടന്നുപോയത്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അന്വേഷണമായിരുന്നു. കാരണം ഈ സ്ത്രീകളെ കാണാതായത് പല കാലഘട്ടങ്ങളിൽ ആയിരുന്നു. അന്ന് ഈ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളടക്കം ഇത്രയും മികച്ച രീതിയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടെലിഫോൺ കോളുകൾ അടക്കമുള്ളവ പരിശോധിക്കുക, ലൊക്കേഷനുകൾ പരിശോധിക്കുക, ഇതെല്ലാം ഏറെ പ്രയാസകരമായിരുന്നു. പക്ഷേ ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന്, പറമ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ ആയിരുന്നു അതിൽ ഏറ്റവും നിർണായകമാകുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. DNA പരിശോധനാ ഫലം പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ, ശാസ്ത്രീയമായ അടിത്തറയ്ക്ക് ആക്കം കൂട്ടുന്നത് ഈ DNA പരിശോധനാ ഫലമായിരുന്നു. ആ പരിശോധനാ ഫലം ആണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. അതായത് ഐഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാനം, അവർ മരണപ്പെട്ടോ, അവർ എവിടെയാണുള്ളത്, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ DNA പരിശോധനാ ഫലം ആയിരുന്നു. എന്നാൽ ആ പരിശോധനാ ഫലം ഇപ്പോൾ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ഈ രണ്ട് കേസുകളിലും അന്വേഷണ സംഘത്തിന് അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രിയ പ്രേക്ഷകരെ, അവിടെ ജൈനമ്മ തിരോധാന കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യനെ പൂട്ടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കൂ എന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് DNA പരിശോധന ഫലം നടത്തിയപ്പോൾ അത് പോസിറ്റീവായിരിക്കുന്നു. അവിടെ നിന്നും കണ്ടെടുത്ത അസ്ഥികൂടത്തിൽ ഒരു ഭാഗം എന്നത് ജൈനമ്മയുടേത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ സൈക്കോ സെബാസ്റ്റ്യൻ എന്ന് വളരെ കൃത്യമായി പറയാം. അതായത് സെബാസ്റ്റ്യൻ വെറും ഒരു കുറ്റവാളിയായിരുന്നില്ല, അതിവൈദഗ്ധ്യമുള്ള ഒരു കൊലപാതകി എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഒരുപക്ഷെ സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഇടപെടലുകളും കൃത്യമായി തന്നെ ആളുകളും ബന്ധങ്ങളും ഇല്ലാത്ത സ്ത്രീകളെ ലക്ഷ്യം വെച്ച് അവരെ തൻ്റെ അടുക്കലേക്ക് എത്തിച്ച് അവരെ ഉപയോഗിച്ച ശേഷം അതിവിദഗ്ധമായി കൊല ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തുന്നത്. പക്ഷേ അത് തെളിയിക്കുക എന്നത് പോലീസിന് അസാധ്യമാകുന്ന സാഹചര്യം. അവിടെയാണ് ഒരു കുറ്റവാളിയായ സൈക്കോ സെബാസ്റ്റ്യൻ എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്നുള്ളതാണ്. മൃതദേഹം കുഴിച്ചിടുകയല്ല ചെയ്തത്, മറിച്ച് കത്തിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സെബാസ്റ്റ്യൻ ഇത് കുഴിച്ചിട്ടത് എന്നതാണ് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തുകൊണ്ട് DNA ടെസ്റ്റ് പരാജയപ്പെട്ടു? DNA പരിശോധനയ്ക്ക് ഒരു നിശ്ചിത ശതമാനത്തിലുള്ള ശരീരാവശിഷ്ടങ്ങളായിരുന്നു ലഭിക്കേണ്ടത്. അങ്ങനെയുള്ള ശരീരാവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ DNA പരിശോധന നടത്താൻ ഉതകുന്ന തരത്തിലുള്ള ശരീരാവശിഷ്ടം അല്ല ലഭിച്ചത് എന്നതുകൊണ്ടാണ് ഐഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടേതാണോ ഈ ശരീരാവശിഷ്ടങ്ങൾ എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റാതെ പോകുന്നത്. അവിടെയാണ് സംശയങ്ങൾ വീണ്ടും ബാക്കിയാകുന്നത്. ഐഷയും ബിന്ദുവും മാത്രമാണോ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്? മറ്റാരെങ്കിലുമൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ഇനി മറ്റാരുടേത് എങ്കിലും ആണോ? അങ്ങനെ ഇതാ ഈ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമുണ്ടാകുന്നു. ജൈനമ്മ കേസിനപ്പുറത്ത് വിവരങ്ങൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരാനോ പോലീസ് സംഘത്തിന് സാധിക്കാതെ പോകുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി
വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ഏറെ കഷ്ടപ്പെട്ടാണ് അന്വേഷണ സംഘം ഇത്രയെങ്കിലും എത്തിപ്പെട്ടത്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിലേക്ക് എത്തുമ്പോൾ തെളിവുകൾ എന്നതാണ് നിർണായകമാകുന്നത്. അവിടെയാണല്ലോ ഈ DNA പരിശോധനാ ഫലം ഒരുപക്ഷെ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതിൽ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുണ്ടായിരുന്നത്. അവിടെ പരാജയപ്പെടുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് എത്രത്തോളം വലിയ തിരിച്ചടിയാണ്? തീർച്ചയായിട്ടും കേരളം ഞെട്ടിയ ഒരു കൊലപാതക പരമ്പര തന്നെയായിരുന്നു ചേർത്തല പള്ളിപ്പുറം കേന്ദ്രീകരിച്ച് സെബാസ്റ്റ്യൻ എന്ന 60-കാരനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് കീഴിൽ ഇയാളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്ത്രീകൾ പിന്നീട് അവരെ ഒരു കാലയളവിന് ശേഷം കാണാതാകുന്നു. അവർ ജീവനോടെ ഉണ്ട് എന്ന് പല ഘട്ടത്തിലും അവരുടെ ബന്ധുക്കളെ പല വഴിക്കും ഇയാൾ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 2006 മുതലാണ് നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കേസ് ഉള്ളത്. അത് ബിന്ദു പത്മനാഭൻ കേസാണ്. ബിന്ദു പത്മനാഭൻ കേസ് 2006 ബിന്ദു മിസ്സിംഗ് ആണെങ്കിൽ പോലും ബിന്ദു ജീവനോടെ ഉണ്ടെന്ന് പല ഘട്ടത്തിലും ബിന്ദുവിന്റെ ബന്ധുക്കളെ അടക്കം വളരെ വിദഗ്ധമായി അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. 2013 ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ പൂർണ്ണമായി തട്ടിയെടുത്തു. അതായത് ഇടപ്പള്ളിയിൽ അടക്കമുള്ള ഇവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ പവർ ഓഫ് അറ്റോർണി മുഖാന്തരം തന്റെ പേരിലേക്കാക്കി ഇയാൾ വിൽപ്പന നടത്തിയതോടെയാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തി ആര് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന പോലീസിന് പോലും ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളിലൊന്നും തന്നെ ബിന്ദു പത്മനാഭൻ എവിടെയെന്നോ ആദ്യം ചേർത്തല പോലീസ് അന്വേഷിക്കുന്നു. പിന്നീട് ഈ ബിന്ദു പത്മനാഭൻ ഐഷ കേസുകൾ, അതായത് ആദ്യം ഇത്തരത്തിൽ കുത്തിയതോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി ബിന്ദുവിന്റെ സഹോദരൻ നൽകുന്നു. അതിനുശേഷം പട്ടണക്കാട് പോലീസ് അതിൽ FIR ഇടുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ചേർത്തലയിൽ ഐഷ കേസ് കൂടി ഉണ്ടാകുന്നു. ഈ 2 കേസുകളിലേക്ക് വരുമ്പോൾ ബിന്ദു പത്മനാഭന്റെ കേസിൽ തുടക്കത്തിൽ സെബാസ്റ്റ്യൻ എവിടെയും പിടികൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ബിന്ദു എന്നുള്ള രൂപേണെ മറ്റൊരു സ്ത്രീയെ കൊണ്ടുപോകുന്നു. ഇവരൊക്കെ തന്നെ ഈ കേസിൽ പ്രധാന ആൾമാറാട്ടം നടത്തിയത് ആ സ്ത്രീയാകുന്നു. അങ്ങനെ പ്രധാന ഈ കേസിലെ പ്രതികൾ അവരായി മാറുകയും സെബാസ്റ്റ്യൻ സേഫായി പുറത്തു നിന്നാണ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തെന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ വെറും ഒരു ആൾമാറാട്ടം അല്ലെങ്കിൽ വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള വിഷയങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി അയാൾ പിന്നീട് ജാമ്യത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഈ 2013 കാലയളവിലേക്ക് വരുമ്പോഴാണ് 2013 ഐഷ എന്ന സ്ത്രീ കാണാതാകുന്നത്. ഐഷയെ കാണാതാകുന്ന ഘട്ടത്തിലും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഈ കേസിൽ നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ്. ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നു. 2013 കാലയളവിൽ പിന്നീട് ആ കേസ് സജീവമായി വരുന്നത് 2017 കാലയളവിലാണ്. അപ്പോൾ 2006 തൊട്ട് ബിന്ദു മിസ്സിംഗ് ആണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുമെങ്കിലും കൊലപാതകം എന്നൊരു കണക്കിലേക്ക് പോകുന്നില്ല. പിന്നീട് ജൈനമ്മയെ അതായത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഈ ഡിസംബറല്ല 2024 ഡിസംബറിൽ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ പോലീസ്, അതായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ സെബാസ്റ്റ്യനെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ കൊലപാതക പരമ്പരകളുടെ ചുരുൾ അഴിയുന്നത് എന്നുള്ളതാണ്. അന്ന് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് അന്ന് പ്രധാനമായും അഭിലാഷ് അവിടെ നിന്ന് കണ്ടെത്തിയത് കുറെ എല്ലുകളുടെ കഷ്ണങ്ങളായിരുന്നു. പിന്നീട് ഒരു പല്ലിന്റെ, അതായത് ഒരു മോണഭാഗത്തിന്റെ പല്ലിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആ പല്ല് എന്ന് പറയുന്നത് ആ പല്ലെന്ന് പറയുന്നത് ഒരു ക്യാപ്പ് ചെയ്ത പോലത്തെ ഒരു പല്ലിന്റെ അവശിഷ്ടമാണ് കിട്ടിയത്. അപ്പോൾ ഇത് ജൈനമ്മയുടേതല്ല എന്ന് ജൈനമ്മയുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല ഈ ജൈനമ്മ ഇത്തരത്തിൽ പല്ലുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളല്ല എന്നും അവരുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. അപ്പോൾ ഇത് ആരുടേത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണ്. അതിനിടയിൽ തന്നെ ഐഷ എന്നുള്ള സ്ത്രീ അവരുമായി കണക്ട് ചെയ്ത് ഈ ജൈനമ്മ കേസിന്റെ തുടക്കത്തിൽ എവിടെയും അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18 നടത്തിയ ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായി റോസമ്മ എന്ന സ്ത്രീയെ നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് അവർ കൃത്യമായി ഈ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായ റോസമ്മ പറഞ്ഞു ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഐഷയെ സെബാസ്റ്റ്യൻ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൊലപ്പെടുത്തിയതാകും എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ന്യൂസ് 18 റോസമ്മ നടത്തുന്നതോടെയാണ് ഐഷ കേസ് ഈ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനിടയിൽ, അതായത് ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണ്, ഐഷ മിസ്സിംഗ് ആണ്, അതിനിടയിൽ 2 സ്ത്രീകൾ കൂടി മിസ്സിംഗ് ആണ് എന്നുള്ളത് 2 കേസുകൾ കൂടി റീഓപ്പൺ ചെയ്തു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു നമ്മുടെ തിരുവഴ സ്വദേശിയായ ഒരു സ്ത്രീയുടെ, ബിന്ദു എന്ന സിന്ധുവിൻ്റെയും, ഒപ്പം തന്നെ കോട്ടയം അല്ല അതിനിടയ്ക്ക് വന്ന ഇവരുടെ ഏലിയാമ്മ എന്നൊരു സ്ത്രീയുടെ കൂടി
കേസ് കൂടി റീഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായ സ്ത്രീകളാണ്. അതിൽ തന്നെ 3 കേസുകൾ മാത്രമാണ് കണക്ട് ചെയ്യാനായി ഇവർക്ക് കഴിഞ്ഞത്. അതായത് ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനം, ഒപ്പം തന്നെ ജൈനമ്മ തിരോധാനം. ഈ 3 സ്ത്രീകൾ ഡയറക്റ്റ് സാക്ഷിമൊഴികൾ അടക്കം ലഭിച്ചുകൊണ്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നു. അതേസമയം കൂത്താട്ടുകുളം സ്വദേശിയായ ഏലിയാമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ സെബാസ്റ്റ്യന്റെ ചിത്രങ്ങളടക്കം ഏലിയാമ്മ ചിലവഴിച്ചിരുന്ന അവസാന സമയങ്ങളിൽ ഉണ്ട് എന്ന് കരുതി ചിലവഴിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ട് കാണിച്ചപ്പോൾ ആ ചിത്രങ്ങളടക്കം സെബാസ്റ്റ്യനെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഏലിയാമ്മയുടെ മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കേസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘത്തിന് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഒന്നാമതായി നിൽക്കുന്നു. അതിൽ തന്നെ ഇപ്പോൾ ജൈനമ്മ ഈ കേസിലെ ഏറ്റവും നിർണായകം ഈ കിട്ടിയ അസ്ഥികൂടങ്ങൾ, അതായത് അസ്ഥികൂടങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികളാണ് ലഭിച്ചത്. അത് കൂട്ടിയിട്ട് കത്തിച്ച നിലയിലായിരുന്നു ഈ അസ്ഥികൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ ആളുകളുടെ എല്ലാം ബന്ധുക്കളെ വിളിച്ച് അന്വേഷണ സംഘം അവരുടെ രക്തസാമ്പിളുകൾ അടക്കം ശേഖരിച്ചു. ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഇറ്റലിയിലായിരുന്നു, അയാൾ ഉൾപ്പെടെ വിളിപ്പിച്ച് ഈ സാമ്പിളുകൾ ശേഖരിച്ച് ഇവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഈ ബോണിൽ നിന്നും DNA കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിന് ഇവിടെ നിന്നുള്ള ഒരു നമ്മുടെ തിരുവനന്തപുരത്ത് പരിശോധനയിലേക്ക് മാറ്റാതെ ഇത് ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ച് വലിയ പണം ചിലവാക്കിയാണ് അന്വേഷണ സംഘം ഈ ഒരു പരിശോധനയ്ക്കായി ഈ ബോൺസ് അയക്കുന്നത്. അപ്പോൾ ആ കേസിനകത്ത് സെബാസ്റ്റ്യന്റെ വീടിനകത്ത് നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് ഇവർക്ക് കിട്ടിയിരുന്നു. അതായത് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീടിന്റെ ശുചിമുറിയിൽ നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരുടെ കേസിലൊന്നും വേറെ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ ഐഷ ഈ സമാനമായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളാണ് എന്നുള്ളത് ഐഷയുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു. ഈ ക്യാപ്പിട്ട പല്ല് കിട്ടിയ ആ ഒരു പല്ലിന്റെ ഭാഗം, അതായത് ഈ അസ്ഥി ഭാഗം കിട്ടിയത് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇത് ഈ ഐഷയുടെ തന്നെ ആകുമെന്നുള്ളൊരു ഹോപ്പ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. നമ്മൾ ഈ റോസമ്മയെ പുറത്തുവിട്ടു. റോസമ്മയുടെ തൊട്ടടുത്തുള്ള ഒരു അധ്യാപികയായ എലിസബത്ത് ജേക്കബിനോടും നമ്മൾ ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധങ്ങളെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങൾ എടുത്തു. അതോടെ അന്വേഷണ സംഘം റോസമ്മയെ ഇതിനകത്ത് ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വരികയും ഈ ബിന്ദു പത്മനാഭൻ കേസ് ഒപ്പം തന്നെ ഐഷ കേസ് അത് രണ്ടും കൊലപാതക കുറ്റങ്ങളായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചേർത്തല പോലീസും ആലപ്പുഴ ക്രൈംബ്രാഞ്ചുമാണ് ഈ ബിന്ദു കേസും ഐഷ കേസും അന്വേഷിച്ചിരുന്നത്. ബാക്കി 2 സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഇതിലിപ്പോൾ ശരണ്യ പറയുന്നത് അനുസരിച്ച് ഐഷ തിരോധാനം, ഐഷയുടേത് എന്ന തരത്തിലുള്ള ചില ശേഷിപ്പുകൾ അവിടെ നിന്ന് ലഭിച്ചുവെങ്കിലും അതിലും ഏറ്റവും നിർണായകമാകേണ്ടിയിരുന്നത് DNA പരിശോധനയിൽ തെളിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനി മുന്നിലേക്കുള്ളത് ഈ സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷികളില്ല, പക്ഷേ ഇവർ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ ഏറ്റവും ഈ ഐഷയെ കാണാതാകുന്ന സമയത്തടക്കം സെബാസ്റ്റ്യനുമായി പുലർത്തിയിരുന്ന ബന്ധം, അത്തരം മൊഴികൾ, മറ്റുള്ളവർ നൽകിയ വിവരങ്ങൾ, ഈ സാഹചര്യ തെളിവുകൾക്കപ്പുറത്ത് ശാസ്ത്രീയമായി ലഭിക്കേണ്ടിയിരുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ഇതോടുകൂടി ഇല്ലാതായി എന്നാണല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നിരാശാജനകം എന്ന് തന്നെ പറയാം അഭിലാഷ്. കാരണം ഈ കേസിൽ സാക്ഷിമൊഴികൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ അവിടെയും അതിവിദഗ്ധമായാണ് സെബാസ്റ്റ്യൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും സ്ഥിരീകരിക്കുന്നു. ഒരു പരിധിക്കപ്പുറമുള്ള അടുപ്പമായിരുന്നു ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സ്ഥിരീകരണമുണ്ട്. പക്ഷേ ഈ അവസാന നാളുകളിൽ ഈ സ്ത്രീകളും സെബാസ്റ്റ്യനും മിസ്സിംഗ് ആവുന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ സ്ത്രീകൾ അവസാനം പോയത് സെബാസ്റ്റ്യൻ അവരെ പള്ളിപ്പുറത്തെ വീടിലേക്ക് എത്തിച്ചു എന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അയാളുടെ ഒരു കുറ്റസമ്മത മൊഴി മാത്രമാണ് ഈ കേസിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസിൽ, ബിന്ദു പത്മനാഭൻ കേസിൽ ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ബിന്ദുവിന് സമാനമായ രീതിയിൽ മറ്റൊരു സ്ത്രീയെ റെഡിയാക്കി ഫോട്ടോയ്ക്ക് സാദൃശ്യം തോന്നുന്ന രീതിയിൽ ഒരുക്കുകയൊക്കെ ചെയ്തു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം കോടതിയിൽ നിൽക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ തന്നെ ഈ കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന വെപ്പൺസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരാണ് അവിടെ മരിച്ചു കിടക്കുന്നത് എന്ന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു എവിഡൻസിലേക്കും പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചേർത്തല പോലീസ്, അതായത് ഐഷ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസ്, അത് ലോക്കൽ പോലീസ് തങ്ങളുടെ ഈ കേസ് കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു ഹോപ്പ്ലെസ് ആയ ഒരു കേസുകളായി ഇത് മാറുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.